ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ബേൻ്റെ ആ ഒരു കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ്. അവൾ ഒരുപാട് പേരിങ്ങനെ ഉപദ്രവിച്ചതും അതിൻ്റെ ഇടയിൽ അവളുടെ ആ ഒരു കോമിക് ബുക്ക് ഉണ്ടല്ലോ അതിങ്ങനെ നോക്കി നിസ്സഹായാവസ്ഥയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു സമയത്താണ് അതിലുള്ള പ്രധാന കഥാപാത്രത്തിൻ്റെ വേഷവും കെട്ടിക്കൊണ്ട് ഒരാൾ പെട്ടെന്ന് ഇവർക്കിടയിൽ വരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരാളെ കണ്ടതോടു കൂടിയിട്ട് പിന്നെ ഇവളെ ഉപദ്രവിക്കുന്നതെല്ലാം അവർ നിർത്തിയിട്ട് അങ്ങനെ ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ഇപ്പോഴത്തെ ബേനോട് ഇന്നലെ അച്ഛൻ പറഞ്ഞല്ലോ ആ ഒരു കാര്യങ്ങളും അവൾ മനസ്സിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെല്ലാം ഇവിടെ ചെങ്ങിനോട് പറയണം. എന്നിട്ട് അത് സംബന്ധിച്ച് വരുന്ന ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഇവള് ഭയങ്കര ധൈര്യത്തോടെ തന്നെ ഫേസ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഇവിടെ ആ ഒരു ഇടമൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവളുടെ ലൈഫിൽ അവൾ ഒരിക്കലും വരാൻ ആഗ്രഹിക്കാത്ത, ഈവൻ ഒരിക്കലും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ആ ഒരു സ്ഥലത്തോട്ടെല്ലാം അവളിങ്ങനെ വന്നിട്ട് അവളുടെ ആ ഒരു പഴയ കാലമെല്ലാം ഇങ്ങനെ ഓർത്തുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. അന്ന് ഈ ഒരു പയ്യന്മാർ അവളുടെ മുടിയെല്ലാം പിടിച്ചുകൊണ്ട്, ഭയങ്കര ഭംഗിയുള്ള മുടി, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവളുടെ മുടിയായിരുന്നു. ആ ഒരു മുടിയായിരുന്നു അവർ നന്നായിട്ട് ഉപദ്രവിച്ചിരുന്നത്. അങ്ങനെ ഇങ്ങനെ ഓർത്തുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് ആ ഒരു പയ്യന്മാർ ഇവളുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ അവരുടെ താവളം ഇപ്പോഴും അത് തന്നെ, അവർക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാൽ ഇവരെ കണ്ട് ഇവൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോഴോ ആ മെയിൻ വില്ലൻ അവളുടെ മുന്നിൽ വന്നിട്ട് അങ്ങോട്ട് ചാടുന്നു. എന്നിട്ട് വീണ്ടും അന്നത്തെ പോലെ തന്നെ, ഇപ്പോൾ നീ ഇങ്ങോട്ട് ഞങ്ങൾ തിരഞ്ഞു വന്നതാണോ? എന്തായാലും ഞങ്ങളുടെ താവളത്തിൽ നീ എത്തിയ സ്ഥിതിക്ക് ഇനി നിനക്ക് വെറും കൈയോടെ പോകാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അടുത്തോട്ട് വരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെറ്റിൽ ചെയ്യാനുണ്ടല്ലോ. അന്ന് നീയും നിന്റെ ഫ്രണ്ട്സും കൂടെ എന്നെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ നീ തനിച്ചാണ്, ഇനി ധൈര്യമുണ്ടെങ്കിൽ അവരോട് വരാൻ പറ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവളുടെ മുടി അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് പറയും അന്നത്തെ പോലെയല്ല, ഒന്നുകൂടെ നല്ല ഭംഗി വെച്ചിട്ടുണ്ട്, നല്ല സ്മൂത്ത് എന്ന് പറയുന്നു. എന്നാൽ ഇവള് നേരെ ഇവനെ അടിക്കുകയാണ്. ഇവൾ അതിൽ നിന്ന് കുതറി മാറാനൊക്കെ നോക്കുമ്പോൾ ഈ ഒരു പയ്യൻ പറയും, ഓഹോ നിനക്ക് നല്ല ധൈര്യമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, നീ എന്നെ അടിക്കേ, എന്നാൽ പിന്നെ അതൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞതും ബേക്ക് നല്ല ദേഷ്യം വരികയും ബേ ഇവനെ കിട്ടിക്കൊടുക്കാൻ ഒരുപാട് കാലമായിട്ട് അവളിങ്ങനെ ആഗ്രഹിച്ച് നിരുന്നിരുന്നല്ലോ, അപ്പോൾ തന്നെ അതിനുള്ളത് കൊടുക്കുകയും ചെയ്യും. ഒരുപാട് മുറകളൊക്കെ അങ്ങോട്ട് പയറ്റുന്നു. എന്നാൽ അവനക്ക് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. അവനങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ ശിങ്കിടികളെല്ലാം ഇവിടെ ഇങ്ങനെ ഇത് നോക്കി നിൽക്കുകയാണ്. അവന് ദേഷ്യം പിടിച്ചുകൊണ്ട് പറയും, ഇത് നോക്കി നിൽക്കാതെ അവളെ പോയി പിടിക്കുക എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി അവളിങ്ങനെ ഉപദ്രവിക്കുന്നു, അവളിങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. എന്നാൽ അതിൻ്റെ ഇടയിലാണ് എപ്പോഴും ഇവളിങ്ങനെ ഓരോ അപകടത്തിൽ പെടുമ്പോൾ അവളെ രക്ഷിക്കാൻ ചെങ്ങ് വരാറുണ്ടല്ലോ. എന്നാൽ ഈ ഒരു പ്രാവശ്യം അതിനൊരു കോട്ടവുമില്ല. നേരെ ചെങ്ങ് പ്രത്യക്ഷപ്പെടുന്നു. ഭയങ്കരമായിട്ട് അവർക്കിടയിൽ ഫൈറ്റ് ഉണ്ടാക്കുകയാണ്. എന്നാൽ ബേ അപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നു, പണ്ട് ബ്ലാക്കിൻ്റെ ആ ഒരു രൂപം കെട്ടിയ ആ ഒരു വേഷമായിരുന്നു എങ്കിൽ ഇപ്പോഴിതാ ശരിക്കും ബ്ലാക്ക് വന്നിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നു. ഇവൾക്ക് എവിടെ അപകടം പറ്റിയാലും ഇവൻ അപ്പോൾ തന്നെ എത്തും. പിന്നെ ഇവരൊരുപാട് പേരുണ്ടല്ലോ, ചെങ്ങിനെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു. അവനിങ്ങനെ ഭയങ്കരമായിട്ട് അടി കിട്ടുന്ന ഒരു സമയത്താണ് ബേ അവൾ ഫോൺ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയും, ഞാൻ ഓൾറെഡി പോലീസിനെ വിളിച്ചിട്ടുണ്ട്, അവരിപ്പോൾ വരുമെന്ന് പറയുന്നു. അത് കേട്ടതും പിന്നെ ഇവർ പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. അതിൽ ചെങ്ങിനെ ഇവൾ പോയി പിടിക്കുമ്പോൾ അവനക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ അവൻ ഇവളോടാണ് ചോദിക്കുന്നത്, നീ ഓക്കെ അല്ലേ എന്നൊക്കെ. പിന്നെ അവന് വേദന കൊണ്ട് അവിടെ ഇരിക്കുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് അവർ ഹഗ് ചെയ്യുകയാണ്. എന്നാൽ പിന്നെ ഇവളെ അവരുടെ ആ ഒരു കേന്ദ്രത്തിലോട്ടാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇങ്ങനെ മെഡിസിനൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് കയറി വരുന്നത്. അച്ഛനെ നേരെ വന്നിട്ട് ഇവൻ്റെ കാലിന് വയ്യായിക്കുണ്ടോ എന്നൊക്കെ നോക്കുന്നു. എന്നാൽ ഇവനിങ്ങനെ പറയുന്നുണ്ട് അവൻ ഓക്കെയാണ് എന്നൊക്കെ. പക്ഷേ കൈക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അച്ഛനക്ക് മനസ്സിലാകും. അതിൻ്റെ ആ ഒരു ഡിസ്ലൊക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്. അച്ഛൻ പെട്ടെന്ന് തന്നെ അതിനുമ്മൽ ഒരു പിടി അങ്ങോട്ട് പിടിക്കുന്നു. അവനക്ക് ചെറുതായിട്ട് വേദനയായെങ്കിലും അതിൽ അവന് കൈയൊക്കെ ഇങ്ങനെ ഇളകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയപ്പോൾ അത് ശരിയായിട്ടുണ്ട്. അതിൽ ഇവൾ പറയും, കണ്ടില്ലേ എൻ്റെ അച്ഛന് ഇത്രയും ഭയങ്കര സിമ്പിളാണ്, സ്മാർട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അതിൽ പിന്നെ അച്ഛൻ പറയാണ്, പുറത്ത് നല്ല മഴയാണ്, ഇനി പുറത്ത് പോകാൻ നിൽക്കണ്ട, ഹോട്ടലിലൊന്നും താമസിക്കണ്ട, ഇവിടെ നിൽക്കാൻ നിനക്ക്, പിന്നെ നിനക്ക് വയ്യാതിരിക്കുകയല്ലേ, അപ്പോൾ റെസ്റ്റും വേണം, ഞങ്ങൾ നിന്നെ കെയർ ചെയ്തോളാമെന്നും പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ പിന്നെ അവിടെ നിന്ന് പോകുന്നത്. എന്തോ ഇവൾക്ക് ഭയങ്കര സന്തോഷമായി അച്ഛൻ്റെ ഈ ഒരു സ്വഭാവമൊക്കെ കണ്ടപ്പോൾ. ഇവനോട് പറയുകയും ചെയ്യും, എൻ്റെ അച്ഛൻ പാവമാണ്, ഭയങ്കര സിമ്പിളാണ് എന്നൊക്കെ. അതിൽ അവനും ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി രാത്രി ചെങ്ങിനെ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെങ്ങ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ബേ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പറയുന്നത്, അച്ഛനെ നിൻ്റെ ഹോട്ടൽ റൂമിലോട്ട് പോയിട്ടുണ്ട്, നിൻ്റെ ലഗേജൊക്കെ അച്ഛൻ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ഇവൻ പറയും, അച്ഛൻ അപ്പോഴേക്കും പോയോ, ഞാനും കൂടെ പോയിക്കോളാം, അച്ഛനക്ക് ബുദ്ധിമുട്ടാകും എന്നൊക്കെ പറയുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. നിന്നോട് ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛനക്ക് അതൊന്നും പ്രശ്നമില്ല, അച്ഛനക്ക് പരിചയമുള്ള നാടല്ലേ, ഇപ്പോൾ എത്തും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാൽ അവർ ഇതുവരെ അത്
അതിങ്ങനെ പറഞ്ഞ് കോംപ്രമൈസ് ഒന്നും ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുഖത്തോട്ട് നോക്കി നിൽക്കുന്ന ആ ഒരു സമയത്താണ് ക്സിയോയുടെ കോൾ വരുന്നത്. അതിൽ അവന് ക്സിയോ ആണെന്നും പറഞ്ഞുകൊണ്ട് ലൗഡ് സ്പീക്കറിലാണ് ഇടുന്നത്. എന്നാൽ ക്സിയോ നീ അവിടെ എല്ലാം എത്തിയില്ലേ, സുഖമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചതിന് ശേഷം നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയോ എന്ന് പറഞ്ഞുകൊണ്ട് അവന് വിദേശത്തിലോട്ട് പോകുന്ന ആ ഒരു കാര്യമാണ് ഇപ്പോൾ അവന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടോപ്പിക് ആയതോട് കൂടിയിട്ട് ഇവിടെ ഇവൻ ലൗഡ് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ബേനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ അവന് ആ ലൗഡ് സ്പീക്കർ മാറ്റിയിട്ട് പിന്നെ ചെവിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. എന്നാൽ ക്സിയോ ഇങ്ങനെ അപ്പുറത്ത് നിന്ന് ചോദിക്കുകയാണ് പോക്ക് എന്തായി, എന്നാ ടിക്കറ്റ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവൻക്ക് ഒരു മറുപടിയും പറയാൻ പറ്റുന്നില്ല. അതിൽ ബേക്ക് മനസ്സിലായി ഇവർക്ക് എന്തോ ഒരു സീക്രട്ട് ഉണ്ടെന്ന്. എന്തായാലും ബേ പിന്നെ അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ അവൾ പോകുന്ന വഴിയിൽ അവൻ കേൾക്കുന്നുണ്ട് അവനും സിയോവും കൂടി സംസാരിക്കുന്നത്. അതായത് ചെങ്ങ് സിയോനോട് പറയുന്നത് ഞാൻ എല്ലാം നേരിട്ട് വന്നിട്ട് പറയാം, ഞാൻ നാളെ രാവിലെ ഇവിടുന്ന് വരും, 6 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്, ഞാൻ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. എന്നാൽ അത് കേട്ടതും ഇവിടെ ബേക്ക് ഭയങ്കര സങ്കടം. കാരണം അവരുടെ ആ ഒരു പ്രശ്നങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്യാനാകാതെ അവന് രാവിലെ തന്നെ പോവുകയാണല്ലോ. ഇനി രാത്രി അവളും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അച്ഛന് അവളോട് ആ ഒരു രഹസ്യങ്ങളെല്ലാം പറയണം എന്ന് പറഞ്ഞതും പക്ഷെ പറയാനൊരു അവസരം കിട്ടാത്തതും അങ്ങനെയൊക്കെ. എന്നാൽ രാവിലെ തന്നെ ഇവിടെ ആ ഒരു സൗണ്ട്, അവൻ പോകുന്ന സൗണ്ടൊക്കെ കേട്ടുകൊണ്ടാണ് ഇവൾ എഴുന്നേൽക്കുന്നത്. സമയം നോക്കിയപ്പോഴേക്കോ അവന് പോകാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൽ അവൾ പെട്ടെന്ന് തന്നെ ഇവിടെ ഇവൻ്റെ അടുത്തോട്ട് ഓടി വരികയാണ്. നീ പോകുകയാണോ എന്ന് ചോദിക്കുന്നു. അതിൽ ചെങ്ങ് ഇവളോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇവന് പോകുന്ന കാര്യമൊന്നും, അതുകൊണ്ട് നീ എഴുന്നേറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ബേ കള്ളം പറയുകയാണ്, ആക്ച്വലി എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നീ രാവിലെ പോകുമെന്ന്. എന്നിട്ട് അവളൊന്ന് വിഷമിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ശരിക്കും നിനക്ക് പോകണോ, ന്യൂ ഇയർ ഈവ് ഒക്കെ അല്ലേ വരുന്നത്, നിനക്ക് ന്യൂ ഇയർ ഇവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ട് പോയാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുന്നു. എന്നാൽ ഇവൻ അതിനൊരു മറുപടിയും പറയാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നത്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്ത് തരാം എയർപോർട്ടിലോട്ട്, ഈ ഒരു സമയത്ത് ടാക്സി കിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവൻ്റെ ലഗേജും എടുത്തുകൊണ്ട് അച്ഛൻ അവർക്കും കുറച്ച് പ്രൈവസി കൊടുക്കാമെന്നും വിചാരിച്ച് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ അവനാണെങ്കിൽ ഒരു മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ പിന്നെ അവന് പോകുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ പോകുന്നതിന് തൊട്ട് മുന്നേ അവന് ഇവളെ ഒന്ന് വിളിക്കുന്നു. ഇവൾ ഭയങ്കര പ്രതീക്ഷയോടെ നോക്കുമ്പോൾ അവന് ജസ്റ്റ് ഒരു ഹാപ്പി ന്യൂ ഇയർ ആണ് പറയുന്നത്. എന്നിട്ട് അവളുടെ മറുപടി ഒന്നും കേൾക്കാൻ നിൽക്കാതെ അവന് പോവുകയും ചെയ്യും. അതൊക്കെ കണ്ടപ്പോൾ ഇവിടെ ബേക്ക് ഭയങ്കര വിഷമം വരികയും എന്നിട്ട് അവൻ്റെ പിന്നാലെ പോയി നോക്കുമ്പോഴേക്കും അവൻ ഓൾറെഡി പോയിട്ടുണ്ടാകും. എന്നിട്ട് അവൾ മെല്ലെ അവനോട് പറയുന്നത് പോലെ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നു. പക്ഷെ അവന് ഓൾറെഡി അവിടെ നിന്നും സ്ഥലം കാലിയാക്കിയിട്ടുണ്ടാകും. എന്നാൽ ഇങ്ങനെ അച്ഛൻ്റെ കൂടെ പോകുന്ന ആ ഒരു സമയത്താണ് അച്ഛൻ ഓൾറെഡി ഇവനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും. അതായത് ഇവൻ അച്ഛൻ്റെ റൂമിലായിരുന്നു കിടന്നിരുന്നത്. ആ റൂമിലെ ഡ്രോയറിൽ ഒരു ആൽബമുണ്ട്. ആ ആൽബം നീ വരുമ്പോൾ എടുക്കണം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ നിനക്ക് ഒരുപാട് അവളെ പറ്റി സ്റ്റോറി പറഞ്ഞു തരാമെന്നും പറയുന്നു. അങ്ങനെ ആ ഒരു ആൽബം ഇവൻ ഇവിടെ എടുത്തിട്ട് അതിങ്ങനെ തുറന്ന് നോക്കുകയാണ്. അതിൽ അച്ഛൻ പറയുന്നത് ഈ ഒരു ആൽബം അവൾക്ക് തീരെ ഇഷ്ടമല്ല, കാരണം അവൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ഫോട്ടോസാണ് ഞാൻ ഇതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാനിത് അവളിൽ നിന്നും മറച്ചു വെച്ച് ഭയങ്കര സീക്രട്ടായിട്ട് കൊണ്ട് നടക്കുന്ന ആൽബമായിരുന്നു. അവൾ ഇഷ്ടപ്പെടാത്ത അവളുടെ കുട്ടിക്കാലമാണ് ഇതിൽ മുഴുവനും എന്ന് പറയുന്നു. അങ്ങനെ ചെങ്ങ് അത് തുറന്ന് നോക്കുമ്പോൾ അവളുടെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഭയങ്കര ചബ്ബിയായിട്ട് ആർക്കും അങ്ങനെ പെട്ടെന്ന് കണ്ടാൽ അവൾ ഇഷ്ടപ്പെടാത്ത അങ്ങനത്തെ ഒരു ലുക്കൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ട് അച്ഛന് അവളെ പറ്റിയിട്ട് മനസ്സ് തുറന്ന് പറയുകയാണ്. അതായത് ഇപ്പോഴത്തെ ബേ എന്ന് പറയുന്ന ആ ഒരു ബേയിലോട്ട് അവൾ എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൾ ഒരുപാട് ഡയറ്റും ഒരുപാട് എക്സസൈസും ഒരുപാട് ലൈഫിൽ ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളത്. സത്യം പറയാലോ, അവളുടെ അമ്മ മരിച്ചതിന് ശേഷം ഞാനായിരുന്നു അവളെ നോക്കിയിരുന്നത്. എനിക്ക് ഒരുപാട് തിരക്കുകളായിരുന്നു. അവളെ ശരിക്കും നോക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അവൾക്ക് വേണ്ടതും വേണ്ടാത്തതൊന്നും ചോദിക്കാനൊന്നും എനിക്കൊരു സമയം കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ കുട്ടി വളർന്നത്. പക്ഷേ എനിക്ക് എപ്പോഴൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് അവൾ ഹാപ്പി അല്ല എന്ന്. ഞാൻ അന്ന് അവളോടത് ചോദിച്ചപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. എനിക്കും തോന്നിയിട്ടുണ്ട് അവളത് കള്ളം പറയുകയാണെന്ന്. പക്ഷെ പിന്നെ അതിൻ്റെ പിന്നിലൊന്നും നടന്ന് അങ്ങനെ ചോദിച്ചറിയാനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് അവൾക്ക് സ്കൂൾ ലൈഫ് ഭയങ്കര ദേഷ്യമായിരുന്നു, അവൾക്ക് പേടിയായിരുന്നു, അവൾക്ക് ഒറ്റ ഫ്രണ്ട്സ് പോലും ഇല്ലായിരുന്നു എന്നൊക്കെ സത്യം ഞാൻ അറിഞ്ഞത്. അപ്പോഴേക്കും ഒരുപാട് സമയം വൈകിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ഈ ഒരു കള്ളം പറഞ്ഞതെല്ലാം അവൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടാനും അവളുടെ ലൈഫിൽ കുറച്ച് സന്തോഷങ്ങൾ കിട്ടാനും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് അവൾ ഈ ഒരു സന്തോഷങ്ങളും ഈ ഒരു ഫ്രണ്ട്സിനെയും ഒക്കെ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടായിരുന്നു പിന്നീട് ആ ഒരു കള്ളം പറഞ്ഞിരുന്നത്. പിന്നെ കള്ളങ്ങൾ പൊളിയാതിരിക്കാൻ ഒരുപാട് കള്ളങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു അവൾ ഇങ്ങനെ ആയിപ്പോയത്. അവൾ അതൊന്നും മനഃപൂർവ്വം പറഞ്ഞതല്ല, അവളുടെ ജീവിത സാഹചര്യം കൊണ്ട് പറഞ്ഞു പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതൊക്കെ കേട്ടാൽ ഇവിടെ ചെങ്ങിനും ഭയങ്കര വിഷമം തോന്നുന്നു. അവളോടെന്തോ ഭയങ്കര സഹതാപവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ അവനോട് പറയുന്നത്, നീ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കവർ കൊടുക്കുന്നു. എന്നാൽ അതിൽ അവൻക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഓറഞ്ച് ഉണ്ട്. അവൻ അതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛന് പിന്നെ ഇവർ തമ്മിൽ സംസാരമൊന്നും ഇല്ലാതായപ്പോൾ ഒരു പാട്ടിടാമെന്ന് വിചാരിച്ചിട്ട പാട്ടാണെങ്കിലോ പണ്ട് ഇവനും ബേയും കൂടി ഒരുമിച്ച് എൻജോയ് ചെയ്ത് കേട്ടിരുന്ന ആ ഒരു പാട്ടാണ്. അതോടുകൂടി
കൂടി ആ ഒരു സഹതാപവും എല്ലാം കൂടുകയാണ്. അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയാണ്. എന്നിട്ട് ഇവൻ അറിയാതെ കരഞ്ഞൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അച്ഛനോട് അങ്കിൾ എന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കുന്നു. എന്നാൽ അച്ഛനും ഇവനെ ഒന്നിങ്ങനെ നോക്കുന്നു. പിന്നെ കാണിക്കുന്നത് അടുത്ത സീനിൽ ഇവന് അവളുടെ അടുത്തോട്ട് ഓടി വരികയാണ്. അത് ഭയങ്കര സ്ലോ മോഷനിൽ അങ്ങനെ ഓടി വരികയാണ്. എന്നാൽ അതേസമയം ഇവിടെ ബേ ആണെങ്കിലോ, ബേക്ക് ഇവൻ പോയതോടുകൂടി ഭയങ്കര വിഷമമായി. എന്നിട്ട് അവൾ വിഷമം വരുമ്പോൾ അവൾ എന്താ സാധാരണ ചെയ്യുക? അതെ, ആ ബ്ലാക്കിൻ്റെ കോമിക് ബുക്ക് ഇരുന്ന് വായിക്കുക. അങ്ങനെ ആ ഒരു ബുക്കും പിടിച്ചുകൊണ്ട് അവൾ ആരുമില്ലാത്ത ഒരു ശാന്തമായ സ്ഥലത്തിരുന്ന് അങ്ങനെ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരും അവളും ഒരുമിച്ചിട്ടുള്ള ഒരുപാട് ഫോട്ടോസും അന്ന് ഡേറ്റിങ്ങിന് പോയ ആ ഒരു ഫോട്ടോസ് എല്ലാം നോക്കിയാണ്. അങ്ങനെ അത് അറിയാതെ അവളതൊക്കെ കണ്ടിങ്ങനെ ചിരിക്കുന്നു, ഓർക്കുന്നു, അങ്ങനെയൊക്കെയുണ്ട്. അവസാനം നോക്കി പിന്നെ അവസാനത്തെ ഫോട്ടോമായി പിന്നെ അവൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ ഇല്ല. അതിൽ അവളിങ്ങനെ വിഷമിക്കുകയാണ്. അവൾക്ക് തോന്നുകയാണ് ഈ ഒരു ഫോട്ടോ പോലെ ഇനി അവളുടെ ലൈഫിൽ നിന്നും അവന് അപ്രത്യക്ഷമാകുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ വരുന്നു. ഓപ്പോസിറ്റ് വന്ന ഒരാൾ ഇവളെ ഇങ്ങനെ തട്ടുന്നതും ഇവളുടെ കയ്യിൽ നിന്നൊരു സാധനം പോകുന്നതും അതിൽ ഇവൾ അത് എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് ആ ഒരു മനുഷ്യൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോഴാണ് അത് സാക്ഷാൽ ചെങ്ങ തന്നെ. ഇവൾക്ക് ഭയങ്കര അത്ഭുതം, ഭയങ്കര ഷോക്കിംഗ് ആയി, സർപ്രൈസ്ഡായി. കാരണം ഇവന് പോയതായിരുന്നല്ലോ. എന്നാൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ ചെങ്ങ് പിന്നെ അവളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് സോറിയൊക്കെ പറയുകയാണ്. അതായത് അവന് മെൻ്റലി ഇവളെ ഒരുപാട് ഉപദ്രവിച്ചല്ലോ. ഇപ്പോൾ വന്നിട്ട് അവന് അതിനൊക്കെ സോറി പറയുന്നു. എന്നിട്ട് പറയും, സത്യം പറഞ്ഞാൽ ഇപ്പോൾ നീ പറഞ്ഞ കള്ളങ്ങളൊന്നും നീ ഒരിക്കലും ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യരുതേ, അത് നിന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, നിനക്ക് കുറച്ച് നിൻ്റെ സങ്കടങ്ങളൊക്കെ നിനക്ക് മറക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ആ ഒരു കള്ളങ്ങൾ ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. എനിക്ക് നീ കള്ളം പറഞ്ഞു എന്ന് ഒരു പ്രശ്നമല്ലാതെ വേറൊരു പ്രശ്നവും എനിക്കും ഉണ്ടായിട്ടില്ല. നീ നല്ല കാര്യങ്ങളാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന് സോറി പറയുകയാണ്. എന്നാൽ അത് കേട്ടിട്ട് ഇവളും ഒരുപാട് സോറി പറയുന്നുണ്ട്. അങ്ങനെ അവർക്കിടയിലുള്ള ഒരു പ്രശ്നം മാറുന്നു. അതിൻ്റെ ഇടയിൽ ചെങ്ങ് പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ മനസ്സിൽ ഒരു കാര്യം കൂടി എന്നോട് ചോദിക്കാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നാ അബ്രോഡ് പോകുന്നത് എന്ന് നിനക്ക് ചോദിക്കണ്ടേ എന്ന് ചോദിക്കുന്നു. അതിൽ ഇവൾ ഒരു ദീർഘശ്വാസം എടുക്കുകയാണ്. അവൻ പോകുന്ന കാര്യം ഇവളെ ഏകദേശം ഒന്ന് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയും, നീ പോയിക്കോ, അതിനെന്താ പ്രശ്നം, നിൻ്റെ നല്ലതിനല്ലേ, നീ പോയി കഴിഞ്ഞാൽ ഞാൻ ദിവസവും നിനക്ക് മെസ്സേജ് ചെയ്യാം, നീ അവിടെ നിന്നെ നന്നായിട്ട് കെയർ ചെയ്യണം, നല്ല ഫുഡ് കഴിക്കണം, ഞാൻ എന്നും നിന്നെ വിളിക്കാം, പിന്നെ ഞാൻ നിനക്ക് നീ വരുന്നതും വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കാമെന്ന് പറയുമ്പോൾ ഇവിടെ ചെങ്ങ് പറയുന്നത്, നീ അങ്ങനെ വെയിറ്റ് ചെയ്യണ്ട, നീ ഒരിക്കലും അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല എന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ ബേ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. കാരണം ഈ വെയിറ്റ് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഒരു ബ്രേക്കപ്പിലോട്ടാണോ ഈ ഒരു സംസാരം പോകുന്നത് എന്ന രീതിയിൽ. അതിൽ ഇവൻ അടുത്തത് പറയുന്നത്, ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തു, ഞാൻ പോകുന്നില്ല വിദേശത്തോട്ട്, എനിക്ക് ഇവിടെ ഒരാളുണ്ട്, അയാൾ എൻ്റെ ഹാപ്പിനെസ് കാണാൻ വേണ്ടിയിട്ട് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവളുടെ കൂടെ എൻ്റെ സമയം എനിക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് അതൊക്കെ മിസ് ചെയ്യും, എനിക്ക് ആ ഒരു കാര്യങ്ങളാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നു. അത് കേട്ടതും ഇവൾക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ ഇവൻ്റെ ഭാവിയല്ലേ ഏറ്റവും വലുത്, അതുകൊണ്ട് തന്നെ അവൾ അത് വേണ്ട എന്നൊക്കെ പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇവൻ പറയാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് പറയും, നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം, ഏതായാലും ഞാൻ ബ്ലാക്ക് അല്ലേ, അപ്പോൾ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്നു. എന്നിട്ട് അവളുടെ കയ്യിലുള്ള ഒരു ബുക്ക് തിരിച്ചു കൊടുക്കുകയാണ്. അത് കേട്ടതും ഇവൾക്കും ഭയങ്കര സന്തോഷം. കാരണം ഇവൾക്കറിയാം ഇവൻ ഏറ്റവും നല്ല ഉചിതമായ തീരുമാനമാണ് എടുക്കുന്നതെന്ന്. അങ്ങനെ പിന്നെ അവരെ ഹഗ് ചെയ്യുന്നു. അങ്ങനെ അവർക്കിടയിലുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന് അവർ രണ്ടുപേരും പറയുകയാണ്. അങ്ങനെ പിന്നെ ബേ പറയും, ഞാനെന്നാ നിന്നെ വേറൊരിടത്തോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ടുപോകുന്നതോ ഇവളുടെ സ്കൂളിൻ്റെ ആ ഒരു ഏറ്റവും ടോപ്പിലോട്ടാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ട് വിദൂരങ്ങളിലോട്ട് നോക്കിക്കൊണ്ട് ബേ പറയുകയാണ്, എല്ലാവർക്കും അവരുടെ സ്കൂൾ ഏറ്റവും ഭയങ്കര മെമ്മറി ആയിരിക്കും, എന്നാൽ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ആ ഒരു സ്കൂളിനെ പറ്റി ആലോചിക്കാൻ തന്നെ ഇഷ്ടമല്ല, എനിക്ക് ഇവിടെ നിന്ന് ഒരുപാട് ട്രോമകൾ കിട്ടിയിട്ടുണ്ട്, എനിക്കിവിടെ ഒറ്റ ഫ്രണ്ട്സ് പോലും ഉണ്ടായിട്ടില്ല, താൽക്കാലികമായിട്ട് ഉണ്ടായവരെല്ലാം പിന്നീട് എന്നെപ്പറ്റി തന്നെ കുറ്റം പറയുന്നു, അങ്ങനെ അവർ പോകുന്നു. പിന്നെ ആ ഒരു പയ്യനുണ്ടല്ലോ, ആ പയ്യനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഇവളെ ഉപദ്രവിക്കുന്ന അവനെ ആക്ച്വലി ഇവളുടെ സ്കൂളിലായിരുന്നു, എന്നിട്ട് എന്നെ എന്നും ബുള്ളിങ് ചെയ്യും, ചിലപ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് അവനെ വിട്ട് പോയതിനുള്ള ദേഷ്യം എന്നോട് തീർക്കും, അല്ലെങ്കിൽ അവൻ എക്സാമിന് തോറ്റുപോയാൽ എന്നോട് ദേഷ്യം തീർക്കും, അവനക്ക് വരുന്ന എല്ലാ ദേഷ്യവും എൻ്റെ ശരീരത്തിലോടായിരുന്നു അവന് തീർത്തിരുന്നത്. അതുമാത്രമല്ല ചിലപ്പോൾ അവനക്ക് പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണമെന്നില്ല, അവന് അതും എന്നോട് തീർക്കും, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ അവനെ നന്നായിട്ട് എന്നെ ഉപദ്രവിക്കുന്ന ഒരു ദിവസമാണ് ആ ഒരു കോമിക് ബുക്കിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ വേഷം കെട്ടിക്കൊണ്ട് ഒരാൾ വരുന്നതും എന്നെ രക്ഷപ്പെടുത്തുന്നതും എന്ന് പറയുന്നു. എന്നിട്ട് അവൾ പറയുന്നത്, ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതാകുമ്പോൾ ഞാൻ ഇവിടെയാണ് വന്ന് ഒളിക്കാറുള്ളത്, ഇതാണ് എനിക്ക് ഒരു ആശ്വാസം തരുന്ന പ്ലേസ്. പക്ഷേ ഞാൻ ലൈഫിൽ ഒരിക്കലും തോൽക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല, എങ്ങനെയെങ്കിലും ജയിക്കണം, ഈ ഒരു നാട് വിടണം, അതിനു വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ഇരുന്ന് പഠിച്ചു, ദൂരെ എവിടെയെങ്കിലും പോകണം, അതും ബ്ലാക്ക് പഠിക്കുന്ന അതേ കോളേജിൽ പഠിക്കണമെന്നതായിരുന്നു
എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ അവൻ എവിടെയാണ് പഠിക്കുന്നതെന്ന് എനിക്ക് ഏകദേശം ഒരു സൂചന കിട്ടിയപ്പോൾ ആ ഒരു കോളേജായിരുന്നു പിന്നെ എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ അവൾ മറ്റൊരു കാര്യം കൂടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇവളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് പണ്ട് ഓരോ ഡ്രോയിങ് ഒക്കെ ഇവിടെ വരച്ചിരുന്നു. അങ്ങനെ അവൾ അതിലുള്ള ഒരു കഥാപാത്രം അവളാണെന്ന് തന്നെ അവൾ ഇമാജിൻ ചെയ്തിട്ട് ആ ഒരു കഥാപാത്രം ഈ ഒരു ലോകത്തിൽ നിന്നും സ്ട്രഗിൾ ചെയ്ത് അവൾ രക്ഷപ്പെട്ട് എന്നിട്ട് സമാധാനത്തോടെ ഒരു മലമുകളിൽ അങ്ങനെ സൂര്യോദയം കണ്ടിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ അവൾ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഇവിടെ ചെങ്ങിനെ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ പറയും, ഞാൻ അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി, എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരിക്കലുമില്ല, ഞാൻ എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഞാൻ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കള്ളം മറക്കാൻ മറ്റൊരു കള്ളം പറയുന്നു. അങ്ങനെ ലൈഫിലെ ഏറ്റവും വേഴ്സ്റ്റായിട്ട് വീണ്ടും ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ അവൾ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കേട്ടതും ഇവിടെ ചെങ്ങിനും ഭയങ്കര വിഷമം വരും. എന്നിട്ട് ചെങ്ങ് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറയും, ഒരിക്കലുമില്ല, നീ നിൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ നീ അന്നത്തെ പോലെ തന്നെ ബാക്കിയുള്ളവരെ പേടിക്കുന്നില്ല. നിനക്ക് ഒരുപാട് പേരുണ്ട് നിൻ്റെ ചുറ്റും, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുകളുണ്ട്. ഇനി നിൻ്റെ പാസ്റ്റ് ഒന്നും ഒരിക്കലും ആലോചിക്കരുത്. പിന്നെ നീ ആരാണ് എന്താണ് എന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. ശരിയാണ്, നീ ആദ്യം ഒരുപാട് കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ നിന്നെ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയ ആ ഒരു സമയത്താണ് നീ ഈ ഒരു പറയുന്ന കള്ളങ്ങളെല്ലാം ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, നിൻ്റെ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, അവിടെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കിയത്. ആ ഒരു കള്ളം ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കിയിട്ടില്ല, മറിച്ച് എല്ലാവർക്കും സന്തോഷമേ നൽകിയിട്ടുള്ളൂ എന്നും ഇങ്ങനെ പറയുന്നു. എന്നിട്ട് അവൻ ഇനി എന്നും അവളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകും എന്നും ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. എന്നിട്ട് അവനെ ഒന്ന് ഹഗ് ചെയ്യാൻ പറയും. അവൻ്റെ കോട്ടൊക്കെ ഇങ്ങനെ പൊതിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറി ഹഗ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ അവളും ഭയങ്കര സന്തോഷത്തോടെ അവനെ അങ്ങനെ ഹഗ് ചെയ്യും. അങ്ങനെ അവരുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറി അവർ ഹാപ്പിയായി. എന്നിട്ട് അവരുടെ ആ ഒരു ഹാപ്പിനെസ്സും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി എന്തൊക്കെയാണെന്ന് അറിയാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.